സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമന്നാരായണീയ ഭാവാർത്ഥ ചിന്തയിൽ നമ്മൾ എത്തിച്ചേർന്നത് ബ്രഹ്മാവ് താമരയുടെ ഉള്ളിൽ കൂടെ സഞ്ചരിച്ചു. അനവധി പരിവത്സരക്കണക്കിനുള്ള വർഷങ്ങൾ തെരഞ്ഞിട്ടും ഭഗവാനെ കണ്ടില്ല. തെരച്ചിൽ നിർത്തി തപസ് അനുഷ്ഠിച്ചു. എന്നിട്ടോ ഭഗവാനെ കണ്ടു. എങ്ങനത്തെ ഭഗവാനെ? ഒരിക്കലും മുമ്പേ കാണാത്തതും അദൃഷ്ടം, പരമാത്ഭുതം, അദൃഷ്ടചരം, അത്ഭുതമായിട്ട് അദൃഷ്ടചരം, അത്ഭുതമായിട്ടുള്ളതും അനന്തൻ്റെ മുകളിൽ ശയിക്കുന്നതുമായ അങ്ങനെയാണ് ബ്രഹ്മാവ് കണ്ടത്. ഇനി ഒന്നങ്ങനെ വർണ്ണിക്കുകയാണ് കണ്ട വിഷ്ണു എങ്ങനെയുള്ളതാണ്. കിരീടമകുടല്ല സത്കടകഹാരകേയൂരയുങ്മണി മേഖലം സുപരിപീത പീതാംബരം കളായ കുസുമപ്രഭങ്കളതലൊല്ല സത്കൗസ്തുഭം ബഭുത്തദൈഭാവയേ കമലജന്മനേ ദർശിതം. കമലജന്മാവായിരിക്കുന്ന ബ്രഹ്മാവിന് കാണിച്ചു കൊടുക്കപ്പെട്ടതായ ആ രൂപം ധ്യാനിക്കുന്നു എന്നാണ് പറഞ്ഞു വെച്ചത്. കാണിച്ചു കൊടുക്കപ്പെട്ടതായിട്ടുള്ള ഏത് രൂപം, എങ്ങനത്തെ രൂപം? അത് മുമ്പത്തെ വരിയിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് ശോഭിച്ചിരിക്കുന്നത്? കിരീടം, ആദ്യമായിട്ട് കിരീടം തലയിൽ ചൂടിയതും അങ്ങനത്തെയാണ് കണ്ടത്. മകുടം, രണ്ടും കൂടിയുള്ള വ്യത്യാസം, മുകളിൽ ഉള്ള മൂടിയ ഭാഗമുള്ളതിനെയാണ് മകുടം എന്ന് പറയുക. കിരീടം എന്ന് പറഞ്ഞാൽ മുകളിൽ തുറന്നിട്ട് ഉള്ളത് കെട്ടാം. മുകളിൽ തുറന്നു വെച്ച് പീലി കുത്തിയിട്ട് കിരീടം വയ്ക്കലുണ്ട് ഇല്ലേ? പീലി കുത്തിയിട്ടുണ്ടാവും. ആ മുകളിൽ വെച്ചിട്ടുള്ള കിരീടം, മുകളിൽ കിരീടത്തിന് മറവുണ്ടാവില്ല. അതാണ് കിരീടം. മുകളിൽ ഇങ്ങനെ മറിഞ്ഞ് അതിങ്ങനെ കൂർത്ത പോലെ ഇതിലാണ് മകുടം. കിരീടവും മകുടവും ഉണ്ട് അവിടെ, രണ്ടും ഉണ്ട്. മകുടമല്ല പിന്നെന്താണ്? കടകഹാര കേയൂരേക്ക്, വളകൾ, ഹാരം, മുത്തുമാല. കടകം, വള, ഹാരം, മുത്തുമാല. കേയൂരം, തോൾവള എന്നുള്ളത് കൂടിയതും. കിരീടമുണ്ട്, മകുടമുണ്ട്, വളകൾ, മാലകൾ, തോൾവളകൾ ഇങ്ങനെ ഉള്ളതും. മണിസ്ഫുരിത മേഖലം, രത്നങ്ങളാൽ നല്ല മിന്നൽ ഉള്ള അരഞ്ഞാണ് അണിഞ്ഞിട്ടുണ്ട്. മഞ്ഞപ്പെട്ട അവിടെ ഉറച്ചു നിൽക്കാൻ നമ്മളെപ്പോലെ ബെൽറ്റൊന്നുമല്ല ഭഗവാൻ. ആ സ്വർണത്തിൻ്റെ മിന്നി തിളങ്ങുന്ന ഇന്ദ്രനീലം പതിച്ചത് എന്നൊക്കെയാണ്. വളരെയധികം ശ്രേയസ്സും മിന്നലും ഉള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ച സ്ഫുരിത മേഖല. മണി എന്ന് പറഞ്ഞാൽ മുത്താണ്. മുത്തുകളാൽ പതിച്ച സ്വർണത്തിൻ്റെ മേഖല, അരപ്പട്ടയും. സുപരിവീത പീതാംബരം, നന്നായി ഉടുക്കപ്പെട്ട മഞ്ഞപ്പെട്ട്. നന്നായി ഉടുക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നിൽക്കാണ്ട് വൃത്തിയായിട്ട് ഒതുക്കി കാലിൽ ചുറ്റിയ പീതാംബരം. ഒതുക്കിയ രീതിയിൽ ഭംഗിയായിട്ട് ചുറ്റിയത്. അഗ്രേ പശ്യാമി എന്നുള്ള അതിൽ പറയണ പോലെ മഞ്ഞപ്പട്ട് ഉടുത്ത് കാല് മുഴുവനും മൂടി സുന്ദരമായിട്ടുള്ള മഞ്ഞപ്പട്ട്. അതാണ് നന്നായി ഉടുക്കപ്പെട്ട എന്ന് പറയണതിൻ്റെ അർത്ഥം. സുപരിവീതം, മിക്കവാറും കാലിൻ്റെ എല്ലാ ഭാഗങ്ങളും മൂടിയത് എന്നാണ്. കാലിൻ്റെ ആ പടം മാത്രമേ ഇത്രയും പുറത്തേക്ക് കാണുള്ളൂ. എല്ലാ കസവൊക്കെ ഉള്ള മിന്നി തിളങ്ങുന്ന മനോഹരമായിട്ട് ഉടുത്തത്, വൃത്തിയായിട്ട് ഉടുത്തത്, ഭംഗിയുള്ള രീതിയിൽ ഉടുത്തത്, ശ്രദ്ധിച്ച് ഉടുക്കപ്പെട്ടതായതും മനോഹരമായുള്ള ധാരണം കൊണ്ട് അത് വിശിഷ്ടമായിട്ടുള്ളതും ആയ
സുപരിവീത പീതാംബരം, നന്നായി ഉടുക്കപ്പെട്ട പീതാംബരം. പിന്നെയോ കളായ കുസുമപ്രഭം, ഭഗവാന്റെ ശരീരമാണെങ്കിലോ നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടിയിട്ട്. കായാവിൻ പൂവ്, കാശാവിൻ പൂവ് എന്നും പറയും ചിലർ. നീല നിറത്തിലുള്ള ഭംഗിയുള്ളൊരു പൂവാണ് കായാമ്പൂ. ആ നീലമേഘശ്യാമള നിറം ഉള്ളതും, ഭഗവാന്റെ നിറം നല്ല നീല നിറം. ഇനി ഗളതലോല്ലസത് കൗസ്തുഭം, കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭ രത്നത്തോട് കൂടിയത്. ചുവന്ന ഒരു രത്നം, മിന്നിങ്ങനെ തിളങ്ങും. രാത്രി അടക്കം പ്രകാശം ഉണ്ടാവും, ടോർച്ചൊന്നും വേണ്ട. രത്നങ്ങൾക്ക് രാത്രി പ്രകാശം ഉണ്ടാവും. രത്നം ഒറിജിനൽ ആണോ എന്നറിയാനുള്ള ടെസ്റ്റ് അത്ര. രാത്രി പ്രകാശിക്കുന്നുണ്ടാവില്ല കള്ളത്തരാച്ച. ശരിയായ രത്നം രാത്രിയിൽ തിളങ്ങും. ഗളതലോല്ലസ, കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭരത്നത്തോട് കൂടിയതും. കമലജന്മനെ ദർശിതം, കമലജന്മാവായിരിക്കുന്ന ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തതായ ആ ശരീരത്തെ ഞാനും ധ്യാനിക്കട്ടെ ഗുരുവായൂരപ്പ. കുറച്ച് നേരം എൻ്റെ മനസ്സിൽ ധ്യാനിച്ചിട്ടൊരു ആനന്ദം ഞാനും കൂടി അനുഭവിച്ചോട്ടെ. ബ്രഹ്മാവിന് മാത്രമായിട്ട് വേണ്ടല്ലോ, കാണാനുള്ള യോഗമില്ലെങ്കിലും ഒന്ന് മനസ്സിൽ കാണുമെങ്കിലും ചെയ്യട്ടെ എന്ന് കവി അതിനിങ്ങനെ അത്യാഗ്രഹത്തോട് കൂടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ആ രൂപം ഒന്ന് കുറച്ച് നേരം മനസ്സിൽ കണ്ട അത്ര സുഖം ഉണ്ടാവും, അത്ര ശ്രേയസ്സാണ് നമുക്ക്. പറ്റില്ല അങ്ങനെയൊന്നും ആ രൂപം തെളിഞ്ഞു വരൂല്ല. നോക്കിയോ, അത് ഭാഗ്യമുള്ളവർക്കേ പറ്റൂ. അതാണ് കിരീടമകുടൊല്ലത കടകഹാരകൈയൊരു കിരീടം മകുടം മുതലായിട്ടുള്ളതുള്ളതും, വളകൾ തോൾവളകൾ മാല മുതലായിട്ടുള്ളതുള്ളതും, മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം, അരയിൽ രത്നം പതിച്ചതായിട്ടുള്ള അരപ്പട്ട, സ്വർണത്തിൻ്റെ അരപ്പട്ട ഉള്ളതും, നന്നായി ഉടുക്കപ്പെട്ട മഞ്ഞപ്പട്ട് ഉള്ളതും, കളായ കുസുമപ്രഭങ്ങളതലല്ലതം, നീലമേഘശ്യാമള നിറത്തോടു കൂടിയ നിറം ഉള്ളത്, കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭരത്നത്തോടു കൂടിയതും ആയ ത്വയി വപു, അങ്ങയുടെ ശരീരത്തിലെ കമല ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ആ രൂപത്തെ ഞാനും കുറച്ച് ധ്യാനിക്കട്ടെ എന്ന് പറയുകയാണ്. കിരീടമകുടൊല്ല തത്കടകഹാരകേയൂര മണിസ്ഫുരിത മേഖലം, മേഖലയാണ് അരപ്പട്ട. സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭങ്ങളതലൊല്ല തത്കൗസ്തുഭം ബഭുത്തതൈ ഭാവയേ കമലജന്മനേ ദർശിതം. അടുത്തത് ശ്രുതിപ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപേഷി ദൃഷ്ട്യാ ദൃശുദൃശോ കുരുഷ്വതിയമാശു മേ ഭുവന നിർമ്മിതോ കർമ്മഠാമിതി ത്രിഗുണവർണ്ണിത സ്വഗുണഭംഗിമാ പാഹി മാം. സർവേശ്വരനായിരിക്കുന്ന ഭഗവാനോട് തന്നെ രക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്ന ദശകം കഴിയുമ്പോഴാണ് സാധാരണ പദ്ധതി. 7ാമത്തെ ഏട്ടിൽ ഇവിടെ ഒരു പാഹിമ അധികം വെച്ചു. ഈ കഴിയുമ്പോഴും ഉണ്ട് ഒരു പാഹിമ അധികാരമുണ്ട്. നെയ്യേറിയതുകൊണ്ട് അപ്പം കേടുവരൊന്നുമില്ലല്ലോ. പക്ഷേ ദശകം കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലൊരു പാഹിമ ഫിറ്റ് ചെയ്തു. 3 അക്ഷരം തയ്യാഞ്ഞിട്ടാണോ നിശ്ചയില്ല. എന്തായാലും ഒന്നും കൂടി രക്ഷിക്കാൻ പ്രാർത്ഥിച്ചു. എങ്ങനത്തെ ഭഗവാനോടാണ് രക്ഷിക്കാൻ പറയണത്? അത് മുമ്പേ പറഞ്ഞിരിക്കുകയാണ്. ശ്രുതിപ്രകര ദർശിത പ്രചുര വൈഭവ. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ. ശ്രുതി എന്ന് പേരിട്ടാൽ നല്ലൊരു പേരാണത്. കാരണം വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവ് എന്ന് പേരിട്ടാൽ ഒരിക്കലും നന്നല്ലാത്തതല്ലല്ലോ. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം. വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവാണ്. അതിൻ്റെ ശരിക്കുള്ള അർത്ഥം വരിക അങ്ങനെയാണ്. അതുകൊണ്ടാണത് വേദം എന്ന് പറയാൻ കാരണം ഈശ്വരനെ സംബന്ധിച്ചുള്ള അറിവാണ് വേദം. ശ്രുതി പ്രകരദർശിത, വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ട മാഹാത്മ്യത്തോടു കൂടിയത്. എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയുക? നാരായണീയോ ഭാഗവതോ സ്തോത്രങ്ങളോ പറഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ ഭാഗവത രാമായണ നാരായണീയത്തിൽ എവിടുന്ന് കിട്ടി? വേദങ്ങളിൽ നിന്ന് കിട്ടി. വേദങ്ങളിൽ പറഞ്ഞ വേദോക്തമാണ് ഭഗവത് മാഹാത്മ്യവും നമ്മുടെ തത്വസംഹിത എല്ലാം വേദത്തിൽ നിന്നുണ്ടായതേ ഉള്ളൂ. അതാണൊന്നുമില്ല. മുഹമ്മദീയർ ഖുർആനെ പ്രമാണമാക്കുന്നു, ബൈബിൾ ക്രിസ്ത്യൻസ് പ്രമാണമാക്കുന്നു, നമ്മളോ വേദങ്ങളെ പ്രമാണമാക്കും. സംശയമൊന്നുമില്ല. അപ്പോൾ ഭാഗവതവും രാമായണവും മഹാഭാരതവും അതൊക്കെയോ 18 പുരാണം അതൊക്കെ അതിൽ നിന്നുണ്ടായതാണ്. യഥാർത്ഥ തത്വങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി വിസ്തരിച്ച പുരാണം.
അത് വേറെ ഒന്നൊന്നുമല്ല. ആ വേദങ്ങളല്ലേനിയും വേദതത്വം ഉൾക്കൊള്ളുന്നതുമാണ്. അത് തുടക്കം എവിടുന്ന വേദങ്ങളിൽ നിന്നാണ്. അത് നമ്മൾ പറഞ്ഞത് ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപദേ, അങ്ങയുടെ വൈഭവം ഏതിൽ നിന്നാണ് മഹത്തുക്കൾ മനസ്സിലാക്കുന്നത്? വേദങ്ങളിൽ നിന്നാണ്. ശ്രുതി പ്രകരദർശിത, ശ്രുതികളാൽ വ്യക്തമാക്കപ്പെട്ട വൈഭവത്തോടു കൂടിയ ശ്രീപദേ എന്ന് വിളിക്കുകയാണ്. ഹരേ ജയ ജയ പ്രഭോ, അയ്യോ സർവേശ്വര, അങ്ങ് ജയിച്ചാലും ജയിച്ചാലും വീണ്ടും വീണ്ടും എന്നെന്നും ജയിക്കും. നമ്മൾ പറഞ്ഞില്ലെങ്കിലും ജയിക്കും. നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ജയിക്കട്ടെ ജയിക്കട്ടെ. പദമുപേക്ഷിതിട്യാദൃശോ, സർവശക്ത ഭാഗ്യവശാൽ എൻ്റെ കണ്ണുകൾക്ക് അവിടുത്തെ ആ ഒരു രൂപം വിഷയമായി. ദൃഷ്ട്യാദൃശോ പദം ഉപേക്ഷി, എൻ്റെ കണ്ണുകൾക്ക് കാണാനുള്ള വിഷയമായിട്ട് അവിടുന്ന് വന്നിരിക്കുന്നു. മഹാത്ഭുതം, അതിദുർലഭം ആയ ഒരു കാഴ്ച കണ്ണിന് കിട്ടി. എൻ്റെ കണ്ണിന് അങ്ങ് വിഷയമായി. വേറെ ഏത് വിഷയമായാലും കണ്ണിന് ഈ ആനന്ദം ഉണ്ടാവില്ല, ഉറപ്പ്. അപ്പം കണ്ണിന് എന്താണോ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അത് എനിക്ക് ലഭിച്ചു, അങ്ങയുടെ ദർശനം. ദിട്യ കണ്ണിന്, ദൃശോ പദം ഉപേക്ഷി, ആ കണ്ണിന് അങ്ങയുടെ രൂപം ദൃശ്യമായി. ആശുമേധിയം ഭുവന നിർമ്മിതോ കർമ്മടാങ്കുരുഷ. ഞാൻ ആവശ്യം പറയുകയാണ്. ഈ ബ്രഹ്മാവിൻ്റെ സ്തുതി ഭാഗവത്തിലെ ഒരധ്യായത്തിൽ കുറേ ഭാഗമുണ്ട്. 3/4 ഭാഗം, മുഴുവനില്ല, 3/4 ഭാഗം, 45 ശ്ലോകമാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മസ്തുതി എപ്പോഴും കുറച്ച് വലുതാവും. എവിടെയും പരിസസ്ഥയത്തിൽ ബ്രഹ്മസ്തുതി ഉണ്ട്. ഇവിടെ ആകെ ഒരു വരിയിൽ ഒതുക്കി. ഹരേ ജയ ജയ പ്രഭോ പദമുപേക്ഷി ദൃഷ്ട്യാദൃശോ എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മസ്തുതി ഒരു അധ്യായമാണ് അതിൽ പറയണം. ഒരു അധ്യായത്തിൻ്റെ കുറേ ഭാഗം, മുഴുവനില്ല. 9ാമത്തെ സ്തുതി ബ്രഹ്മസ്തുതിയാണ്, 3യ സ്കന്ധം. ഇനി എന്താണ് വേണ്ടത്? ചോദിച്ചിട്ട് പറഞ്ഞു, ആശുമേദിയം ഭുവന നിർമ്മിതോ, ലോകം സൃഷ്ടിക്കണം. എൻ്റെ ആവശ്യപ്പതാണ്. അതിനെന്നെ സമർത്ഥനാക്കണമേ. എനിക്ക് പറയില്ല ഇത് എന്തൊക്കെ സൃഷ്ടിക്കണം, എങ്ങനെ സൃഷ്ടിക്കണം, യാതൊന്നും സർവേശ്വര അറിയില്ല. ദയവായിട്ട് അതിനുള്ള അറിവ് എനിക്ക് തരയണമേ. ആശു അധികം താമസിയാൻ്റെ നടത്തും. മേ ഭുവന നിർമ്മിടോ കർമ്മടാൻ ദിയ, ലോകനിർമ്മാണത്തിനുള്ള ആ ധിയം, ബുദ്ധി, ധിയം എന്ന് പറഞ്ഞാൽ ബുദ്ധി നൽകണമേ. ഇങ്ങനെ ബ്രഹ്മാവിന പ്രാർത്ഥിക്കപ്പെട്ട ഗുരുവായൂരപ്പ എന്നെയും കൂടി രക്ഷിക്കണേ. ഇതി ദ്രുഹിണ വർണ്ണിത സഗുണഭംഗിമാ പാഹിമാം, ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട ഗുണത്തോടു കൂടിയ സർവേശ്വര എന്നെ രക്ഷിക്കണമേ. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപദേ, വേദങ്ങളാൽ വർണ്ണിക്കപ്പെട്ട മാഹാത്മ്യത്തോടു കൂടിയ ശ്രീപദേ. ഹരേ ജയ ജയ പ്രഭോ, അങ്ങ് ജയിച്ചാലും ജയിച്ചാലും എൻ്റെ കണ്ണിന് ഏറ്റവും വേണ്ടത് കിട്ടി. പദമുപേക്ഷി ദിട്യാദൃശോ കുരുഷ്യധിയമാശുമേ ഭുവന നിർമ്മിതോ കർമ്മട, ഭുവനം ഉണ്ടാക്കാനുള്ള ആ ഒരു കഴിവ്, ബുദ്ധി എനിക്ക് നൽകണമേ. പ്രകാരം ബ്രഹ്മാവിന തുതിക്കപ്പെട്ട ഗുണത്തോടു കൂടിയ സർവേശ്വര എന്നെ രക്ഷിക്കണേ. സ്വഗുണഭംഗിമാ മാം പാഹി, പാഹി മാം സ്വഗുണഭംഗിമാം, ഗുണത്തെ വ്യക്തമാക്കപ്പെട്ട ഭഗവാനെ എന്നെയും കൂടി രക്ഷിക്കണമേ. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപദേ. ഹരേ ജയ ജയ പ്രഭോ പദമുപേക്ഷിതിട്യാദൃശോ കുരുഷ്യ ദിയമാശുമേ ഭുവന നിർമ്മിതൗ കർമ്മടാമിതി ത്രിഗുണവർണ്ണിത സ്വഗുണഭംഗിമാ പാഹിമാം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.